ഇന്ന് രാവിലെ വെള്ളപ്പവും അതേപോലെ മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളപ്പം ലാസ്റ്റായിട്ട് ഉണ്ടാക്കുകയാണ്. നന്നായിട്ട് പൊന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഉലുവയും അരിയും പിന്നെ തേങ്ങയും ചോറും കൂടിയാണ് കേട്ടോ അരക്കാറ്. അപ്പോൾ അത് അതിലേക്ക് മുട്ടക്കറി ആണ് ഉണ്ടാക്കുന്നത്. ഉള്ളിയൊക്കെ അരിഞ്ഞ് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇളക്കി കറിയൊക്കെ ആക്കി വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് കുറേ ദിവസമായി ഒരു മുറി ചക്ക അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയത് കേട്ടോ, കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് ചുളയിരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ആനൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ പഴുത്ത മണം വന്നിട്ടുണ്ട് ഇനി ആന നമ്മളെ വീട് വരെ പൊളിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് ആനക്ക്. ആന ഇപ്പോൾ രണ്ടാളായി ഇപ്പോൾ ഇവിടെ അടുത്ത് ചവിട്ടി കൊല്ലണം കേട്ടോ. ഒന്നൊരു 14 വയസ്സുകാരനെയും ഒന്നൊരു 50 വയസ്സുള്ള ഒരാളെയും. ഇപ്പോൾ വട്ടമായി ഒരാഴ്ചൻ്റെ ഉള്ളിൽ രണ്ടാളായിട്ട് മരണപ്പെട്ടു കേട്ടോ. അപ്പം അതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയാണ്. അതുകൊണ്ട് തന്നെ വേഗം ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി ചക്കമടലൊക്കെ ദൂരെ കൊണ്ടുപോയി വെക്കണം. ഇത് വേഗം ചുളയിരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ആയിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് വേഗം ഞാൻ ഒഴിവാക്കി വെക്കാണ് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് ചക്കയെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊരിക്കാന്ന് വെച്ചിട്ട് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ പഴഞ്ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസം അതിന്മേൽ തൊടാനേ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ പിന്നെ മുറിച്ച് നോക്കുമ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴഞ്ചക്ക ആയതുകൊണ്ട് നമുക്ക് തിന്നാനും പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നിനും പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ അത് അവിടെ വെച്ചിട്ടോ. അങ്ങനെ 2-3 വട്ടമായി അങ്ങനെ പറ്റുന്നു. പിന്നെ ഇത് നമുക്ക് പൊരിക്കാനൊക്കെ പറ്റിയെന്ന് വെച്ചാൽ അന്ന് പിന്നെ വിചാരിച്ചത് ഇത് നല്ലൊരു മഞ്ഞ കളർ കേട്ടോ. അപ്പോൾ അത് എന്നാൽ പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പാത്ത് വെച്ചത് കേട്ടോ. പിന്നെ പഴുക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വല്ലാണ്ട് പഴുത്തിട്ടില്ല, ചെറിയൊരു മണം വന്നിട്ടുണ്ട്, ഒരു മധുരമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ മെല്ലെ എടുത്ത് ഇങ്ങനെ കാക്കാണ്. പിന്നെ ഉള്ളിൽ തന്നെ നിന്നിട്ടാണ് നമ്മളത് റെഡിയാക്കുന്നത്. കാരണം പുറത്തുകൊണ്ടുപോയി ശരിയാക്കാൻ മാത്രമുള്ള സാധനവും ഇല്ല. പിന്നെ പുറത്തൊക്കെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഇരുന്ന് ശരിയാക്കാനൊക്കെ ഒരു മടി. പിന്നെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഞാനൊന്ന് ഒക്കെ ഒന്ന് ചുളയരിഞ്ഞ് എടുക്കുകയാണ്. പിന്നെ ഇത് ഞാൻ ചുളയരിഞ്ഞ് അവിടെ വെച്ചതേ ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ ഒരു 4 വട്ടം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കിയൊക്കെ ചിലവായിട്ടോ. കുട്ടികളാണേലും നമ്മളാണേലും ഒക്കെ കഴിച്ചിട്ട് അതൊക്കെ ശരിയായിരുന്നു. പിന്നെ ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ മടലൊക്കെ നമ്മൾ വേഗം ദൂരെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിയും അതേമാതിരി പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത പണി എന്ന് വെച്ചാൽ ചക്കയൊക്കെ തീറ്റ കഴിഞ്ഞിട്ട് പിന്നെ ചോറും കറിയൊക്കെ വെക്കണം. അപ്പോൾ ചോറും പിന്നെ പയറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉപ്പേരിയും വെക്കുന്നുണ്ട്. പിന്നെ കിഴങ്ങും പിന്നെ തക്കാളിയും കൂടിയാണ് കേട്ടോ. കിഴങ്ങും ഉള്ളിയും തക്കാളിയും കൂടി തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. ഇന്നിപ്പോൾ നമുക്ക് ഇറച്ചി മീനൊന്നും കിട്ടില്ല. കാരണം ഒരാൾ ആന ചവിട്ടിയിട്ട് ആൾക്ക് ചെറിയ പരിക്കൊക്കെ, ചെറുതല്ല കുറച്ചധികം പരിക്കുണ്ടായിരുന്നു കേട്ടോ. നെഞ്ഞിലിട്ട് ചവിട്ടിയിട്ട് വാരിലും നെഞ്ഞിലൊക്കെ പൊട്ടിപ്പോയി അത്ര. ഹോസ്പിറ്റലിൽ ബത്തേരി കൊണ്ടുപോയി, ഗൂഡല്ലൂർ കൊണ്ടുപോയിട്ട് പിന്നെ ബത്തേരി കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് അവിടുന്ന് പിന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത് പിന്നെ അയാൾ മരണപ്പെടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്ന് കടകളും അതേമാതിരി വണ്ടികളും ഒന്നുമില്ല കേട്ടോ, കടവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഒക്കെ എന്താ പച്ചക്കറിയാണ് കേട്ടോ. അല്ലെങ്കിൽ മീനോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനെയാണ്. പിന്നെ വലിയ പെരുന്നാളിന് നമുക്ക് വലിയ പെരുന്നാളിന് കിട്ടിയ ഉദയത്തിൻ്റെ ഇറച്ചിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഫുള്ള് ഉണക്കൽ ലേശം പൊരിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഉണക്കൽ മാത്രമുണ്ട്, ബാക്കിയൊക്കെ ഫുള്ളായിട്ട് വെജിറ്റേറിയനാണ് കേട്ടോ. ഈ പയർ കുറേ ദിവസമായിട്ടോ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് ഇങ്ങനെ എടുക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് അധികം അരിയൽ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കൈയൊക്കെ ചെറുതായിട്ട് മുറിയൊക്കെ ചെയ്തിട്ടുണ്ട് കത്തിയൊക്കെ തട്ടിയിട്ട് ഇറച്ചി മുറിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കട്ടിംഗ് ബോർഡിൽ മുറിക്കാമെന്ന്, പിന്നെ വേഗം വേഗം ആവും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ടിംഗ് ബോർഡിൽ പിന്നെ അരിയാണ് കേട്ടോ. നമുക്ക് അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇതാ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത് ബക്കറ്റിലൊക്കെ ഇട്ട് വെക്കണം. പിന്നെ കുറച്ചുകൂടി പാത്രം കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളാണ് ഉള്ളത്. പിന്നെ ഉണക്കൽ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, സ്രാവാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ പപ്പടം പൊരിക്കണം. പിന്നെ നമ്മൾ കിഴങ്ങുള്ളിയും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെന്തിട്ടുണ്ടെങ്കിൽ
പിന്നെ അതിലേക്ക് തേങ്ങയും ജീരകവും കൂടി ഇട്ടിട്ട് അതൊന്ന് അരച്ച് കടുക് വറുത്ത് എടുക്കണം കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ പണികളാണ് ഇന്ന്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയത്. ആരും ലൈക്ക് ചെയ്യാറില്ല വീഡിയോസിന്. കുറേ വ്യൂസൊക്കെ വരുന്നുണ്ട്, പക്ഷെ ലൈക്കൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ 2 ദിവസമായി കുറച്ച് വഴുതന ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇരിക്കുന്ന ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്നെടുത്ത് ഉപ്പേരി പൊരിക്കുക എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടിപ്പോൾ അങ്ങനെ ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട് മെഡിക്കൽ കോളേജിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി കുറച്ച് ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വാടിപ്പോയത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും വാടിപ്പോയത് എന്താണെന്ന് അറിയില്ല. നന്നായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ നല്ലത് നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു.